എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ്, നിങ്ങൾ കുക്ക് ചെയ്യാറുണ്ടോ, വീട്ടിലെ ജോലിയൊക്കെ ആരാണ് ചെയ്യുന്നത്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇവിടെ അമേരിക്കയിൽ ഒട്ടുമിക്ക ആൾക്കാരും എല്ലാ ജോലികളും സ്വയമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചാണ് വീട് വൃത്തിയാക്കുന്നതും കുക്കിങ്ങും. അതുപോലെ തന്നെ ഈവൻ നിങ്ങൾക്ക് ഗാർഡൻ ഉണ്ടെങ്കിൽ, വെജിറ്റബിൾ ഗാർഡൻ ആണെങ്കിലും ചെടികളുടെ ആണെങ്കിലും അതെല്ലാം കുടുംബമായിട്ട് മിക്കവാറും എല്ലാവരും ഒരുമിച്ച് കൂടിയാണ് ചെയ്യുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, റോബോട്ട് ഉണ്ടോ? ചിലരുടെ വീടുകളിലൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ റോബോട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലെ റോബോട്ട് ഞങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ദിവസം, ഒരു ശനിയാഴ്ചത്തെ അവധി, ആ ദിവസങ്ങളിലാണ് ഞങ്ങൾ മിക്കവാറും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ശനിയാഴ്ചത്തെ കുക്കിംഗ് വലിയ കുക്കിംഗ് ഒന്നുമല്ല, ചെറിയ രീതിയിലെ കുക്കിംഗ്. ചില ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പം മിക്കവാറും ഇപ്പം മീനും ഇറച്ചിയും ഒക്കെ ആണെങ്കിൽ അവധി ദിവസം കുക്ക് ചെയ്ത് വെക്കും. പിന്നെ ചെറുതായിട്ടുള്ള തോരനും മെഴുക്ക് പുരട്ടിയും അങ്ങനെ ചെറിയ ചെറിയ ഫുഡുകളൊക്കെ വീക്ക് ഡേയ്സിലും ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും മെയിൻ കുക്കിംഗ് അവധി ദിവസങ്ങളിലാണ്. അപ്പം എൻ്റെ ഒരു ശനിയാഴ്ചത്തെ ദിവസത്തെ കുക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് അവധിയാണ്. അപ്പം അവധി ദിവസമാണ് ഞങ്ങളുടെ സാധാരണ കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം മറ്റ് പച്ചക്കറികളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കൂടുതലും പ്രധാനമായിട്ടും ഇലക്കറി കൊണ്ടുള്ള കുക്കിംഗ് ആണ്. ഇപ്പം കണ്ടോ, നമ്മുടെ സവോളയൊക്കെ നല്ല വളർന്നിങ്ങനെ നിൽക്കുന്നു. ഇതിൻ്റെ ഇല ഇനി എടുത്ത് എനിക്ക് അരിഞ്ഞു വെക്കണം. അതിനു മുമ്പ് ഞാൻ ഇന്നലെ വൈകിട്ട് എന്തോ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിനിടെ എല്ലാം കടുകായിരുന്നു. അപ്പോൾ കടുക് ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വലുപ്പത്തിൽ വരത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിലെ കടുക് എല്ലാം കുറേ പറിച്ചെടുത്ത്. കടുക് എന്ത് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൽ പോകുന്ന വഴിക്ക് ഞാനടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. കണ്ടോ, നമ്മുടെ മല്ലി എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ ആർത്ത് നിൽക്കുന്നത്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ മല്ലി വെക്കാം. നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള മല്ലി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് എന്ത് നല്ലൊരു കാര്യമാണ്. നോക്കിക്കേ നമ്മുടെ ഇത് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അങ്ങോട്ടെല്ലാം കുറേ മല്ലികളുണ്ട് പല സ്ഥലത്ത്. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നോക്കി, എൻ്റെ ഒപ്പം ഇത് പൊക്കത്തിൽ ഇത് വളർന്ന് നല്ല മനോഹരമായ വൈറ്റ് പൂക്കളില്ലേ, നല്ല ഭംഗിയില്ലേ ഈ മല്ലി കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ ഈ പൂക്കൾ ഇങ്ങനെ കാണുന്നത് തന്നെ. ഒത്തിരി കടുക് ഇങ്ങനെ ആർത്ത് നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, കുറേ കടുകിൻ്റെ ഇല ഒത്തിരി നല്ലതാണ് തോരൻ വെക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഇലകൾ ഇവിടുന്ന് കുറേ ഞാൻ മൂടോടെ അങ്ങ് പറിച്ചു. കാരണം നമുക്ക് ഇന്ത്യൻ പച്ചക്കറികൾ വെക്കാനും നമുക്ക് ഈ നില ഇവിടെ ഒരുക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടുന്ന് കുറേ കടുക് ഞാനങ്ങ് പറിച്ചു. പിന്നെ അടുത്തത് ഞാൻ ചെയ്തത്, നമ്മുടെ ഉലുവയൊക്കെ ഇങ്ങനെ ആർത്ത് വരുവാണ്. അതും ഞാൻ കുറേ ഉലുവ ഇങ്ങോട്ട് പറിച്ചെടുത്ത്. കാരണം നമ്മളിങ്ങനെ കുറേ ആർത്ത് നിന്നുകൊണ്ട് ഓരോന്നിനും അത്രയ്ക്ക് സ്ട്രോങ് അല്ല. അപ്പോൾ കുറച്ച് കിട്ടാൻ വേണ്ടി, അതിനു വേണ്ടി ഞാൻ ഇടയ്ക്കുള്ള ഉലുവകളെല്ലാം അങ്ങ് പറിച്ച് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് ഇന്നത്തെ ഈ ശനിയാഴ്ചത്തെ ഞങ്ങളുടെ കുക്കിംഗ് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഞാനിവിടുന്ന് കുറേ പച്ചമുളക് പറിച്ചു. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ആർത്ത് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ടി ഇതിനകത്തുനിന്ന് കുറേ വെളുത്തുള്ളിയും പറിച്ചു. പിന്നെ നമ്മുടെ കരിവേപ്പയെന്ന് കുറച്ച് കരിവേപ്പിലയും പറിച്ചു. അപ്പം പോകുന്നതിന് മുമ്പ് കാണിക്കാം. കണ്ടോ, നമ്മുടെ കടുകിൻ്റെ ഈ മഞ്ഞ പൂക്കൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് കടുകും ഉലുവായും മല്ലി, അതിൻ്റെ പൂവും കായും ഇലയും എല്ലാം. നല്ല നമുക്ക് സബ്ജി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും ഒത്തിരി നല്ലതാണ് ഇതിൻ്റെ ഇലകളൊക്കെ. ഇപ്പം പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് വെതറി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് തന്നെ കിളുത്ത് വരും. പ്രത്യേകിച്ച് വെള്ളവും വളവും ഒന്നും കൊടുക്കണ്ട, നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ. പിന്നെ നമ്മളത് ഉണ്ടാക്കി കഴിക്കുന്നതും നാച്ചുറൽ
ഹെൽത്തി അല്ലേ. അപ്പം നമ്മളെല്ലാം ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്ന് ഇനി നമ്മുടെ കിച്ചണിൽ ഇന്നത്തെ കുക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. കിച്ചണൊക്കെ ഇച്ചിരി അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കടുകിൻ്റെ ഇലയെല്ലാം കഴുകി അരിഞ്ഞു വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ ഇലയും തന്നെ മനോഹരമായിട്ട് അരിഞ്ഞു വെച്ച്. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉരുളക്കിഴങ്ങിട്ട് തോരൻ വെക്കാനാണ്. പിന്നെ നമ്മുടെ കടുകിൻ്റെ ഇല ഈ മുട്ടയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് തോരൻ വെക്കാനായിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച നമ്മുടെ മുളകുകൾ ഫ്രീസ് ചെയ്തത് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് മുളകുകൾ ഉണ്ടായിരുന്നതും എടുത്ത് ഇപ്പം നമ്മൾ പറമ്പിലെ പറിച്ചത് അത് തികയത്തില്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഉണക്കക്കപ്പ വേവിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പം ടീന്ന് പണ്ട് കൊണ്ടുവന്ന പാക്കേജൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഉണക്കക്കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ ഉണക്കക്കപ്പ ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് ഇന്നിവിടെ കിടന്ന് വേകുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ഉലുവയുടെ ഇലയിട്ട് വെക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കപ്പ വെന്ത് ഇനി ഇതിനെ ഞാനിപ്പം കണ്ടോ, ഈ പാത്രം ഒത്തിരി നല്ലതാണ് ആക്ച്വലി. ഇതിനകത്തോട്ട് വെച്ച് നമുക്കിങ്ങനെ ഊറ്റിയെടുത്താൽ അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് പോയി നമുക്ക് കപ്പ വേവിക്കാൻ കിട്ടും. അപ്പം അതാണ് ഇന്നത്തെ. കുറച്ച് മത്തി കിട്ടി. നമുക്ക് മത്തി ഇങ്ങനെ വരും, പാക്കറ്റിൽ വെട്ടിയാണ് വരുന്നത്. വെട്ടി വരുന്ന മത്തിക്ക് ടേസ്റ്റ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്തിക്കറി വെച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് മത്തിക്കറിക്ക് മത്തി ഇതാണ്ട് ഇവിടെ. ഞാൻ മത്തിക്കറിക്ക് ആദ്യം പുളി വെള്ളത്തിലിടും. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കരിവേപ്പില എല്ലാം അരിഞ്ഞതുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടിയും ഉലുവയും കടുകും ഉലുവപ്പൊടിയും മഞ്ഞൾ ഞാൻ അധികം ചേർക്കാറില്ല, ഒരു ഇച്ചിരി. പിന്നെ ഞാൻ ഒലിവ് ഓയിലും ഉപയോഗിക്കും, കോക്കനട്ട് ഓയിലും ഉപയോഗിക്കും കുക്കിങ്ങിന്. അപ്പം അതിനു വേണ്ടി നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ കുക്കിംഗ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ സാറ്റർഡേയിലെ കുക്കിങ്, രാവിലെ ഞങ്ങൾ ഇച്ചിരി ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ചു. അപ്പം അതിനകത്ത് ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ ഇപ്രാവശ്യം? ഓട്സും തേങ്ങയും അതിനിടയ്ക്ക് മാങ്ങാപ്പഴം വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ചക്കപ്പഴം വെച്ചുണ്ടാക്കി, അതും നല്ലതായിരുന്നു. ഓട്സ് മാത്രമല്ല, ഓട്സും റാഗിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ ചില്ലിനകത്ത് നമ്മൾ ആദ്യം തേങ്ങ പിന്നെ ഓട്സ് വെക്കണം. ഞാൻ ആദ്യം മാങ്ങാപ്പഴം വെച്ചപ്പോൾ അതിൻ്റെ ആവി ശരിക്കും അങ്ങ് കടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി പിടിച്ചു. തേങ്ങ വെച്ചു, ഓട്സും റാഗിയും കൂടെ മിക്സ് ചെയ്തത് വെച്ചു. എന്നിട്ട് പിന്നെ മാങ്ങാപ്പഴം വെച്ചു, പിന്നെ പൊടിയിട്ടു, പിന്നെ തേങ്ങയിട്ടു, മാങ്ങയിട്ടു. അങ്ങനെ ഉണ്ടാക്കിയപ്പം എനിക്ക് ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയതിലും ഇഷ്ടം മാങ്ങാപ്പഴം വെച്ചുണ്ടാക്കിയതാണ്. ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിക്കാം. ഇത് മാങ്ങാപ്പഴത്തിൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പം നിങ്ങളും ഒന്ന് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു തീരുമാനമായിരുന്നു, ഇന്ന് ചോറ് വെച്ചതിരിപ്പുണ്ട്. അപ്പോൾ ഓർത്ത് കറി മോരുണ്ട്. അപ്പോൾ ഓർത്തെന്ന ഒരു മീൻകറിയും തോരനും കപ്പ വേവിച്ചതും. അങ്ങനെ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങൾ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ റെഡിയാകുന്നു. കപ്പ ഞാൻ ഊറ്റി ഇനി അതിനെ റെഡിയാക്കട്ടെ. നമ്മുടെ കപ്പ അവിടെ ഊറ്റി വെച്ചിരിക്കുന്നു. ഇവിടെ കടുകിൻ്റെ ഇല, ഞാനിപ്പോൾ ഉലുവയുടെ ഇല അത് കുറച്ചെടുത്ത് തോരൻ വെച്ച് ബാക്കി ഇവിടെ സിപ്ലോക്കിൽ വെച്ചിരിക്കുവാണ്. പിന്നെ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. അപ്പം ഞാനിവിടെ ഇവിടെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ച്. കാരണം അല്ലെങ്കിൽ ഞാനിപ്പം എക്സോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് കുറച്ചായിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇച്ചിരി ഓഫാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാൻഡിൽ കത്തിച്ച് വെച്ചത്. ഇത് നമ്മുടെ കടുകിൻ്റെ ഇലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയായി വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉലുവയും പൊട്ടറ്റോയും ഉള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇത് ഇവിടെ കടുക് പൊട്ടിച്ച്
പൊട്ടറ്റോയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ല. പൊട്ടറ്റോ ഡയറക്റ്റ് അടുപ്പിലോട്ട് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിനെ മെഴുക്കുപുരട്ടി പോലെ എടുത്തിട്ട് പിന്നെ സബോളയും പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് റെഡിയായപ്പം നമ്മുടെ ഉലുവയുടെ ഇലയിട്ട് എന്നിട്ട് ഞാൻ തേങ്ങയിട്ട്, ഇനി തേങ്ങയുടെ പച്ചച്ചുവ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ആദ്യം തേങ്ങയിട്ട് വഴറ്റിയിട്ട് പിന്നെ ഉലുവയുടെ ഇല ഇട്ടാൽ മതി. ഞാൻ അധികം ഉലുവയുടെ ഇല ഇട്ടില്ല, കാരണം ഇത് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ഉലുവയുടെ ഇലയ്ക്ക് ഇച്ചിരി കയ്പുണ്ട്, അപ്പോൾ ഒത്തിരി ഇട്ടാൽ പിള്ളേർ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇല ഇട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഇവിടെ കടുകിൻ്റെ ഇലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുന്ന. ഒരു 4 മുട്ട ഇടാനാണ് എൻ്റെ പ്ലാന്. അഥവാ കയ്പ്പ് രസമുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങയും ചേർക്കണം, അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പൊട്ടറ്റോയും ഉലുവായും കൂടെ ഇട്ട തോരൻ, പിന്നെ നമ്മുടെ കടുകിൻ്റെ ഇല, മുട്ട ഇട്ട തോരൻ, പിന്നെ നമ്മുടെ മത്തിക്കറി, പിന്നെ നമ്മുടെ കപ്പ വേവിച്ചത്, ഉണക്ക കപ്പ വേവിച്ചത്. പിന്നെ ഇത് എൻ്റെ മോള്, അവളാണ് സാധാരണ അമേരിക്കൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ക്യാരറ്റും ടൊമാറ്റോയും കൂടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, ചീനിക്കിഴങ്ങ് ബേക്ക് ചെയ്തത്, പിന്നെ ചിക്കൻ ബേക്ക് ചെയ്തത്, സാൽമൺ ബേക്ക് ചെയ്തത്. ഇങ്ങനെ ഇതാണ് ഈ സാറ്റർഡേയിലെ ഞങ്ങളുടെ ഫുഡ്. ഇത് സാറ്റർഡേക്ക് വേണ്ടി മാത്രമല്ല, ഈ ഫുഡ് അവളെപ്പോഴും ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇതാണ് ലഞ്ചായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾക്കിന്നൊരു ചക്ക കിട്ടി. അപ്പോൾ ചക്ക തേണ്ട ഇങ്ങനെ അടത്തി ഇങ്ങനെ വെച്ചു. പിന്നെ ഇത് കാണുന്നത് ബാക്കി വന്ന ഉലുവയുടെ ഇലയും. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ആഴ്ച പ്രസൻറ്റ് ചെയ്തത് ഞങ്ങളുടെ ഒരു ദിവസത്തെ സാറ്റർഡേയിലെ കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടുമിക്ക വെജിറ്റബിൾസും നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചതാണ്. നമുക്ക് ഇപ്പം അടുത്തത് മെയ് മാസമാണ്. മെയ് മാസം മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മന്താണ്. ഞാൻ പറയുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെ നല്ലൊരു കാര്യമാണ് സ്വന്തമായിട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളത്. അതൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റും കൂടെയാണ്. ഞങ്ങളിവിടെ കുടുംബമായിട്ടാണ് കൃഷിയിൽ, കുട്ടികളും ഞങ്ങളെ സഹായിക്കാറുണ്ട്. വെജിറ്റബിൾ പറിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കട്ട് ചെയ്ത് തരുന്നത് കുട്ടികളാണ്. അവരും കുക്കിങ്ങിന് സഹായിക്കാറുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ ഇപ്പം നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ലെങ്കിലും നമ്മൾക്കുള്ള സൗകര്യത്തിൽ നമ്മുടെ ബാക്ക് യാർഡിലാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മുടെ പാറ്റിയോയിലാണെങ്കിലും നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർഷത്തെ കൃഷി നിങ്ങളെല്ലാവരും തുടങ്ങുക. ഓർഗാനിക് കൃഷി ചെയ്യാനായിട്ടുള്ള ആശംസകൾ എല്ലാവർക്കും. നിങ്ങൾക്കഥവാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആൻസർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്കുള്ള അറിവുകൾ ഞങ്ങളുമായിട്ടും ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.